ഇന്ന് നമ്മൾ ലോക സ്ട്രോക്ക് ദിനമായി ആചരിക്കുകയാണ്. സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്നാൽ നമുക്ക് ഏവർക്കും അറിയാം വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. തലച്ചോറിലെ കോശങ്ങൾ രക്തം കിട്ടാത്തത് നശിച്ചു പോകുന്ന ഇഷ്കീമിക് സ്ട്രോക്കും തലച്ചോറിലെ രക്തക്കൊള്ളുകൾ പൊട്ടിയുണ്ടാകുന്ന ഹെമറേജും 2 ടൈപ്പ് സ്ട്രോക്കാണ് നമുക്കുണ്ടാകുന്നത്. അതിനാൽ ഈ സ്ട്രോക്ക് ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളും റിസ്ക് ഫാക്ടറുകളും. സ്ട്രോക്കിൻ്റെ റിസ്ക് ഫാക്ടർ എന്നാൽ ഉയർന്ന ബ്ലഡ് പ്രഷർ, ഉയർന്ന ഉപ്പിൻ്റെ ഉപയോഗം മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഉപ്പ് കുറക്കണം, പ്രഷർ കുറക്കണം. പ്രഷർ കൺട്രോൾ ചെയ്താൽ സ്ട്രോക്കിൻ്റെ രോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. ഇതുകൂടാതെ പുകവലി, ഹൃദ്രോഗം എന്നീ 2 പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറും കൂടിയുണ്ട്. ഇതിനുള്ള ചികിത്സയും മറ്റ് ഫോളോ അപ്പും ഡോക്ടറുടെ വിസിറ്റും ഒക്കെ നമ്മൾ കറക്റ്റായി ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രോക്കിൽ നിന്നും മോചനം കിട്ടും, നമുക്ക് സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്ട്രോക്ക് വന്നാൽ എങ്ങനെ തിരിച്ചറിയണം? ഒരു വശത്തെ മുഖം കൂടിപ്പോവുക, ഒരു സംസാരശേഷിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, ഒരു വശത്തെ കൈ അല്ലെങ്കിൽ കാല് തളർന്നു പോകുക പെട്ടെന്ന്, ഇതിനെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളായി നമ്മൾ പറയുന്നു. ഇതിനാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് എന്നാൽ ഫേസ്, ആം, സ്പീച്ച്. അത് ടൈം ടു കോൾ ആംബുലൻസ്. അതിനാൽ എവറി മിനിറ്റ് കൗണ്ട്സ്. അതാണ് ഈ വർഷത്തെ സ്ട്രോക്ക് ദിനത്തിൻ്റെ തീം. ഓരോ നിമിഷവും നമുക്ക് പ്രധാനമാണ്. കാരണം അനുനിമിഷം 2 ദശലക്ഷം നാഡീകോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സ്ട്രോക്ക്. അതിനാൽ ഓരോ നിമിഷവും ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിനാൽ നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തുവോ അയൽപക്കക്കാരോ ആരെങ്കിലും സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി CT സ്കാൻ എടുക്കുകയും മറ്റ് ടെസ്റ്റുകൾ ചെയ്യണം. സ്ട്രോക്ക് രോഗിയെ നമുക്ക് പൂർണ്ണമായിട്ടും കിടപ്പിലാകുന്ന രോഗിയെ പൂർണ്ണമായിട്ടും സഞ്ചരിക്കുന്ന നല്ല ജീവിതം നയിക്കുന്ന ഒരാളിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ കഴിയും. അതിനാൽ ഓർക്കുക, എവറി മിനിറ്റ് കൗണ്ട്സ്.